ഈ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്നത് നല്ല ചൂട് സമയമാണ്. ഒന്നാമതിപ്പോൾ 10 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങിക്കൂടാ എന്നൊക്കെ പറയുന്ന സമയമാണ്. ആ ഒരു വെയിൽ പോലും വകവയ്ക്കാതെയാണ് ഈ റോഡിൻ്റെ വക്കിലും വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആരും തണൽ തേടിയൊന്നും പോകാറില്ല. കഴിവതും അമ്പലത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്നാണ് എല്ലാവരും. അവിടെ വെയിലാണോ അങ്ങനെ ഒന്നും ആരും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ പൊങ്കാല ഇട്ടാലും ഏത് ഭാഗത്ത് 8 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ എല്ലായിടത്തും അന്നദാനം കറക്റ്റ് സമയത്ത് വെള്ളം, ഇതെല്ലാം ഫ്രീ ആണേ. വെള്ളം കൊടുക്കാനും പിന്നെ നാരങ്ങ വെള്ളമാണെങ്കിലും മോര് സംഭാരമാണെങ്കിലും ഒക്കെ കൊടുക്കാനും പൗരസമിതിക്കാരും അവിടുത്തെ കരയോഗക്കാരും അല്ലെങ്കിൽ അവിടെ ഉള്ള അസോസിയേഷൻകാരും ഒക്കെ അങ്ങ് ഭയങ്കരമായി. ഇനി പൊങ്കാല കഴിയുന്നത് വരെയല്ല, പൊങ്കാല ഇട്ടിട്ട് പോകുന്നവർക്കും വെള്ളം കൊടുക്കാനും ആഹാരം കഴിക്കാൻ കൊടുക്കാനും ഒക്കെ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഐക്യം. നമ്മൾ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊന്നുമില്ല, മതമേ ഇല്ല. എല്ലാവരും വീടുകൾ, ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലാണ് ഞാൻ 2 തവണ എങ്ങാണ്ട് പൊങ്കാല ഇട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും വീടുകൾ അങ്ങ് തുറന്നിട്ട് തരികയാണ്. നിങ്ങൾ കയറി, അതാണ് ഞാൻ അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വീടിൻ്റെ ഗേറ്റ് എല്ലാം അടച്ചിട്ടിരിക്കും, പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല വരുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ആളുകൾ വരുന്നത് എന്ന് പോലും അറിയില്ല. ആ ആളുകൾക്കൊക്കെ നമ്മുടെ വീടുകൾ തുറന്നിട്ടുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. എല്ലാ സൗകര്യങ്ങളും ഭയങ്കര കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ആഹാരം തരും അവിടെ നിന്ന്. പിന്നെ കറക്റ്റ് സമയം നമുക്കിപ്പോൾ നമ്മൾ ചൂട്ടോ കൊതുമ്പെന്നൊക്കെയാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പറയുന്നത്, ഈ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ വെക്കുന്ന സാധനങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. ഭയങ്കരമായൊരു കൂട്ടായ്മ നമ്മൾ നാളെ നമുക്ക് തിരുവനന്തപുരം മുഴുവൻ കാണാൻ സാധിക്കും. പിന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടാനുള്ള ഒരു തിരക്കും കാര്യങ്ങളും, പൊങ്കാല ഇട്ട് വന്ന് വീട്ടിലിരുന്നിട്ട് നമ്മൾ ഇനി അടുത്ത പൊങ്കാല വരെ കാത്തിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ജനുവരി ആകുമ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങും, ആറ്റിയ പൊങ്കാല എന്നാ, ആറ്റിയ പൊങ്കാല എന്നാ. ഞങ്ങൾക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, അവിടെ പൊങ്കാല ഇടാൻ പോകാത്തതിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ അടുത്ത തവണയെങ്കിലും ദേവി കനിയട്ടെ എന്ന് ആഗ്രഹിക്കാം.